അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സുഹൃത്തും പ്രതിയായി. അടൂർ സ്വദേശി ജോബി ജോസഫാണ് രണ്ടാം പ്രതി. ഇയാളും ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂർ നെല്ലിമുകളിലെ വീടിന് മുൻപിൽ പോലീസ് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. അതുപോലെ അടൂർ നെല്ലിമുകളിൽ നിന്ന് AV ജയശങ്കറും ചേരും. ഷെബീദ്, ഇതൊരു ആദ്യ വെളിപ്പെടുത്തലാണെന്ന് തോന്നുന്നു. ഇയാൾ രണ്ടാം പ്രതിയാകുന്നു എന്നുള്ള കാര്യം പറയും. നേരത്തെ തന്നെ, അതായത് പെൺകുട്ടിയുടെ മൊഴി ലഭിച്ചപ്പോൾ തന്നെ ജോബി ജോസഫിനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. മാത്രമല്ല, ഈ കേസിൽ രണ്ടാം പ്രതി ജോബി ജോസഫാണ്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും അതേപോലെ തന്നെ രാഹുലിന്റെ അടുത്ത സുഹൃത്തുമാണ്. അടൂർ സ്വദേശിയാണ്. ഇയാളാണ് ഈ പെൺകുട്ടിക്ക് ഗുളിക എത്തിച്ച് നൽകിയെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോബി ജോസഫിനെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. ഇയാൾക്കായി ഇന്നലെ രാത്രി മുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പെൺകുട്ടി ഔദ്യോഗികമായി പരാതി നൽകിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായി ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇയാൾ അടൂർ പരിസരത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇയാൾ ഒളിവിൽ പോയി എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല, ഇയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ കേസിന്റെ, രാഹുലിനെതിരെ പോലീസ് എടുത്ത കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അത് അന്വേഷണ സംഘം ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ ഇതിനുവേണ്ടി അപേക്ഷ രാവിലെ 10 മണിക്ക് ശേഷം നൽകും എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പ്രതിപട്ടിക സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് നൽകുന്ന വിവരത്തിനപ്പുറത്തേക്ക് പെൺകുട്ടി പറഞ്ഞ മറ്റു ചില പേരുകൾ കൂടി പോലീസ് പരിശോധിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് പരിസരത്ത് വെച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, കോയമ്പത്തൂർ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതായി വിവരമുണ്ട് പോലീസിന്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ തുടരുകയാണ്. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പല രീതിയിലുള്ള അറിയിപ്പുകളാണ് വരുന്നത്. ചിലർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് പറയുന്നു, ചിലർ പറയുന്നത് കൊച്ചിയിൽ തന്നെ അദ്ദേഹം തമ്പടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും അടൂർ നെല്ലിമുകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുന്നിൽ AV ജയശങ്കറുണ്ട്. അവിടെയും ഈ പ്രതിഷേധക്കാരെത്തുമോ എന്നുള്ള ഭയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ പ്രതിനിധി പറയുന്നത്. ജയശങ്കർ, അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഗുഡ് മോർണിംഗ് SKN. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഇവിടെ ഒരു പോലീസ് വാഹനമാണ് കിടന്നതെങ്കിൽ ഇപ്പോൾ അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് കൂടുതൽ വീടിന് സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. 2 സെറ്റ് ബാരിക്കേഡ് വെച്ചുകൊണ്ടാണ് പോലീസ് കാവല് നിലവിൽ വീടിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.